കോഴിക്കോട്ടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി എം.കെ. രാഘവനെതിരായ കോഴ ആരോപണം കണ്ണൂർ റേഞ്ച് ഐ.ജി അന്വേഷിക്കും. അന്വേഷണത്തിന് ഡി.ജി.പി ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടു. ആരോപണത്തിൽ ജില്ലാ കളക്ടർ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. ആരോപണങ്ങൾക്ക് പിന്നിൽ CPM എന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും രംഗത്തെത്തി. ഈ ഗൂഢാലോചനയൊന്നും ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറങ്ങുന്ന ചിലരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. എം.കെ. രാഘവനെ ജനങ്ങൾക്കറിയാം, അതിലൊന്നും ഒരു കഴമ്പുമില്ലെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദും തിരുവനന്തപുരത്ത് നിന്ന് VS അനുവും ചേരുന്നു. ഷഹീദ്, ഇത്തരത്തിൽ രണ്ട് പരാതികൾ, ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കളക്ടർ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്, എം.കെ. രാഘവൻ കൊടുത്ത പരാതിയുമുണ്ട്. ഇതിലൊക്കെ ഏത് ഘട്ടത്തിലായി അന്വേഷണവും റിപ്പോർട്ട് നൽകലുമൊക്കെ, അക്കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ടിക്കാറാം മീണ കോഴിക്കോട് ജില്ലാ കളക്ടറോട് ഇത് സംബന്ധിച്ച അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർ നൽകുമെന്നാണ്, നമുക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ഈ UDF ഇപ്പോൾ വിശദീകരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ തന്റേതായി കോഴിക്കോട് UDF സ്ഥാനാർത്ഥി എം.കെ. രാഘവന്റേതായി പുറത്തു വന്ന ശബ്ദം അത് ഡബ് ചെയ്ത് മോർഫ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചതാണ്. അത്തരത്തിലുള്ള ദൃശ്യമാണ് പുറത്തു വന്നതെന്നാണ് UDF വിശദീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ആ ശബ്ദം രാഘവന്റേതാണോ എന്ന് തിരിച്ചറിയാൻ ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധന നടത്തണമെന്ന് ജില്ലാ കളക്ടർ ഒരു വിലയിരുത്തലെത്തിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഇന്ന് നൽകുന്ന റിപ്പോർട്ടിൽ ഇക്കാര്യമായിരിക്കും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ശാസ്ത്രീയമായ പരിശോധന, വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർ നൽകും. ഇത് ലഭിച്ച ശേഷം ആയിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തുടർ നടപടികളിലേക്ക് നീങ്ങുക. ഇതിനിടെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ശക്തമാക്കാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. DGP ഉത്തരമേഖല ADGPക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ചുമതല നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ പോലീസ് അന്വേഷണവും ശക്തമാക്കി ഒരേ സമയം തന്നെ ഈ വിഷയം സജീവ ചർച്ചയാക്കാനുള്ള ഒരു നിലപാടിലേക്ക് സർക്കാരും ഇപ്പോൾ നീങ്ങിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം പോലീസ് അന്വേഷണം നടക്കുകയും ഒപ്പം തന്നെ LDF ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇന്ന് ജില്ലാ കളക്ടർ നൽകുന്ന റിപ്പോർട്ട് നിർണായകമാകും. ഇതിനെ തുടർന്നായിരിക്കും തുടർ നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോവുക. തുടരുക മുഹമ്മദ് ഷഹീദ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് VS അനുവും ചേരുന്നു. അനു, ഇത് ഈ വിഷയം അതിന്റെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ ദൃശ്യങ്ങളുടെ പോലീസിന്റെ നീക്കം ഏതു രീതിയിലാണ്? അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? തിരഞ്ഞെടുപ്പ് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുകയാണ്. അതിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വോട്ടർമാർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ? അത്തരത്തിൽ ഒരു ഗൗരവമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോയിട്ടുണ്ടോ? രഞ്ജിത്ത്, ഏതായാലും ഇപ്പോൾ DGP കണ്ണൂർ റേഞ്ച് IG MR അജിത്കുമാറോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനെ സംബന്ധിച്ചൊരു കാല താമസം അല്ലെങ്കിൽ എത്ര സമയത്തിനകം നൽകണം എന്ന് പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും ഇത് സംബന്ധിച്ചൊരു കോഴിക്കോട് UDF സ്ഥാനാർത്ഥിയായ M.K. രാഘവനെതിരെ ഒരു പരാതി വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്. എന്നാൽ ഇത് എത്ര പരിധിക്കുള്ളിൽ നൽകണം എന്ന് പറയാത്തത് ഈ ഒരു അന്വേഷണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. ഏതായാലും VS അനുവാണ് വിവരങ്ങൾ നൽകുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഇതുമായി വിവരങ്ങൾ നൽകുന്നതിൽ. അല്പസമയത്തിന് അനുവിലേക്ക് വരാം എന്ന് കരുതുന്നു. മുഹമ്മദ് ഷഹീദ് ഒരിക്കൽ കൂടി ചേരുന്നു. മുഹമ്മദ് ഷഹീദ്, ഇത് കോഴിക്കോട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വലിയ വിഷയമാക്കി മാറ്റാൻ ഇടതുമുന്നണിക്കായിട്ടുണ്ടോ? ഇതിനെ എങ്ങനെയാണ് UDF പ്രതിരോധിക്കുന്നത്? M.K. രാഘവന്റെ വാർത്താ സമ്മേളനം, വികാരഭരിതമായ വാർത്താ സമ്മേളനം ഒക്കെ ഇന്നലെ ഉണ്ടായിരുന്നുവല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഇത് LDF CPM നടത്തിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നൊരു ഒരു വിശദീകരണം. അത്തരം ഇതിന്റെ ഉത്തരവാദിത്വം LDFന്റെയും CPMന്റെയും തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിരോധ മാർഗമാണ് ഇപ്പോൾ UDF കോൺഗ്രസ് ക്യാമ്പുകൾ ആലോചിക്കുന്നത്. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യം വിശദീകരിക്കാനാണ് ഏറെ സമയം അവർ ചെലവഴിച്ചിട്ടുള്ളത്. വികാരഭരിതമായ രീതിയിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കരയുന്ന ഒരു ദൃശ്യം പോലും നമുക്ക് അത്തരം ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒപ്പം ഈ കോൺഗ്രസ് ക്യാമ്പുകൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് M.K. രാഘവനെ വ്യക്തിഹത്യ നടത്തി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ CPM മനഃപൂർവ്വം ഇത്തരമൊരു കള്ളപ്രചരണം നടത്തുന്നു എന്നുള്ള ഒരു പ്രചരണം നടത്തി ഇതിനെ പ്രതിരോധിക്കാനാണ് UDF കോൺഗ്രസ് ക്യാമ്പുകൾ ശ്രമിക്കുന്നത്. ഇതിലൂടെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി CPM വളരെ കരുതലോടുകൂടി തന്നെയാണ് തുടക്കം മുതലേ പ്രതികരിച്ചിട്ടുള്ളത്. ഇക്കാര്യം രാഘവന്റെ ഈ 10 വർഷത്തുള്ള
സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം എന്നുള്ള ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. ഒപ്പം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഈ കള്ളപ്പണം ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണെന്ന് അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും വരും സമയങ്ങളിൽ ഒരുപക്ഷെ നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു സൂചനയായി, അല്ലെങ്കിൽ അത്തരം ഒരു സൂചന ബാക്കി വെച്ചാണ് CPM ഇതിന്റെ ആക്രമണം ശക്തമാക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി CPM ഇതിനകം തന്നെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. CPM ജില്ലാ വിവരങ്ങൾ നൽകിയത്. ഒപ്പം VS അനുവും ചേർന്നിരുന്നു.